Dear friends, welcome to all. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ക്യാൻ ആൻഡ് കുഡ്. ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കഴിയും. കുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഈ രണ്ട് മീനിങ്ങിനും നമുക്ക് സംശയമൊന്നുമില്ല. എന്നാൽ ക്യാൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിയുമെന്ന അർത്ഥത്തിൽ കൃത്യമായി എല്ലാം ശരിയായിട്ട് വരും. കുഡിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞു എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടുള്ള അർത്ഥമായിരിക്കും വരുന്നത്. കുഡ് പാസ്റ്റ് മാത്രമല്ല, ഫ്യൂച്ചർ കാണിക്കാനും നമുക്ക് ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സജഷൻ, ഓഫർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഫ്യൂച്ചർ പോലെ കാണിക്കാനും നമുക്ക് കുഡ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് പ്രയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനായി നമ്മൾ ഒരുപാട് വായിക്കും, കുറേ കേൾക്കും, പലതും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് എന്നുള്ള രീതിയിൽ മീനിങ് എടുക്കും. അത് ഉദ്ദേശിച്ച രീതിയിൽ അർത്ഥം കിട്ടാതെ വരും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഇതൊന്നും കാണാൻ പഠിക്കാൻ വേണ്ടിയല്ല, ഇതിങ്ങനെ ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുഡിലോട്ട് പോകാം. കുഡ്, പോസിബിലിറ്റി, സജഷൻ, ഓഫർ, റിക്വസ്റ്റ്, ഇത്രയും കാണിക്കാനാണ് കുഡ് സാധാരണ ഉപയോഗിക്കുന്നത്. മറ്റ് മോഡൽ വെബ്സും ഇതുപോലെ ഉപയോഗിക്കാം. പക്ഷെ ഇതിൻ്റെ പ്രയോഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. പോസിബിലിറ്റി, ഹീറ്റ് കുഡ് റൈസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് ദിസ് ഇയർ. ഈ വർഷം 50 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? അതൊരു പോസിബിലിറ്റിയാണ്, വരാൻ പോകുന്ന കാര്യവുമാണ്, അല്ലേ? നെക്സ്റ്റ്, സിവിയർ റെയിൻ കുഡ് കോസ് ദ റിവർ ടു ഫ്ലഡ്. അപ്പോൾ ഭയങ്കരമായ മഴ റിവറിൽ ഫ്ലഡ് ഉണ്ടാവാൻ കാരണമായേക്കാം, അതും സംഭവിക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ആൾസോ എ പോസിബിലിറ്റി. ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ ഒന്നും കഴിഞ്ഞു വന്ന മീനിങ് എടുക്കരുത്. ദേ കുഡ് ബി അറ്റ് ഹോം, അവർ വീട്ടിൽ ആയിരിക്കാം, ഒരു പോസിബിലിറ്റിയാണ് അത്. അവർ വീട്ടിലുണ്ടാവാം, ആയിരിക്കാം, ഒരു പക്ഷേ അവർ വീട്ടിൽ ഉണ്ടാവാം. ദേ കുഡ് ബി അറ്റ് ഹോം. മനസ്സിലായല്ലോ? ഇതാണ് പോസിബിലിറ്റിയുടെ പ്രയോഗം. ഇതൊരിക്കലും പാസ്റ്റ് ആയിട്ടല്ല വരുന്നത്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നെക്സ്റ്റ്, സജഷൻ. ഒരു കാര്യം സജസ്റ്റ് ചെയ്യുക, അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും നമ്മൾ കുഡാണ് പ്രയോഗിക്കുന്നത്. വി കുഡ് മീറ്റ് അറ്റ് ദി വീക്കെൻഡ്, നമുക്ക് ഈ വീക്കെൻഡിൽ കണ്ടുമുട്ടാം എന്നാണ് പറയുന്നത്. ഇത് സജഷൻ. ക്യാൻ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ്, വി കുഡ് ഈറ്റ് ഔട്ട് ടു നൈറ്റ്, ഇന്ന് രാത്രി നമുക്ക് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. യു കുഡ് സീ എ മൂവി ഓർ ഗോ ഔട്ട് ഫോർ എ ഡ്രൈവ്, നിനക്കൊരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് പോകാം. ഇതെല്ലാം ഓരോ സജഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞു എന്നുള്ള അർത്ഥമല്ല, വരാൻ പോകുന്ന കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കണ്ടാൽ കൃത്യമായി ആ മീനിങ് മനസ്സിലാക്കിയെടുക്കുക. ഇവിടെയെല്ലാം അതിലൂടെ ചേർന്ന് അത് വരാൻ പോകുന്ന കാര്യമാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ വേർഡുകളുണ്ട്. അറ്റ് ദ വീക്കെൻഡ്, ടു നൈറ്റ്, പക്ഷെ ഇതില്ലാതെയും വരാം. അപ്പോഴും ഈ രീതിയിൽ മീനിങ് എടുക്കണം. നെക്സ്റ്റ്, ഓഫർ ആൻഡ് റിക്വസ്റ്റ്. ഓഫർ ആദ്യം നോക്കാം. ഐ കുഡ് ഗിവ് യു എ ലിഫ്റ്റ് ടു ദ സ്റ്റേഷൻ, സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ഒരു ലിഫ്റ്റ് തരാൻ എനിക്ക് കഴിയും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാസ്റ്റ് ടെൻസ് അല്ല, കഴിഞ്ഞു എന്നല്ല. അപ്പം ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കണ്ടാലും അത് കൃത്യമായി മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ട് വരും. നെക്സ്റ്റ്, റിക്വസ്റ്റ് അഥവാ പൊളൈറ്റ് റിക്വസ്റ്റ്, വളരെ താഴ്മയായിട്ട് ചോദിക്കുന്നു. കുഡ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ ഫോർ എ വൈൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഞാൻ അല്പം നേരത്തേക്ക് ഉപയോഗിക്കട്ടെ. അവിടെ ക്യാൻ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ താഴ്മയായിട്ടുള്ള പ്രയോഗം അല്ലാതെ വരും. നെക്സ്റ്റ്, കുഡ് യു കം വിത്ത് മീ, എന്നോടൊപ്പം ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നതാണ്. കുഡ് യു കം വിത്ത് മീ. നെക്സ്റ്റ്, കുഡ് ഐ ക്യാരി യുവർ ബാഗ്, നിങ്ങളുടെ ബാഗ് ഞാനൊന്ന് എടുക്കട്ടെ. അതായത് നമ്മളവരെ സഹായിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു ഓഫറാണ്. ക്വസ്റ്റ്യൻ പോലെ ഇരിക്കുന്നെങ്കിലും ഒരു ഓഫറായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓഫറും റിക്വസ്റ്റും പലപ്പോഴും മിക്സ് ചെയ്ത് വരും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ വായിക്കുമ്പോഴും ഏതെങ്കിലും ന്യൂസോ വല്ലതും കേൾക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. അണ്ടിൽ മീറ്റ് അഗെയിൻ with another interesting video.